ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ആസാമിൽ വന്ന് ഒരു തമിഴ് അണ്ണൻ്റെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. അണ്ണൻ വന്നിട്ട് വേലൂരാണ്, വേലൂർ. അങ്ങനെ നമ്മളിപ്പോൾ ശരി പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കേരള സ്റ്റൈലുള്ള കുറച്ച് എന്താ പറയുക സിപ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് എല്ലാവരും കൂടെ അങ്ങനെ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നു. ഓക്കെ, ഈ ചേട്ടൻ ഇവിടെ വന്നിട്ട് 9 വർഷമായി എന്നാ പറഞ്ഞു. 9 വർഷം. ഇங்கே മസാലാസ് എല്ലാമേ. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഗുവാഹട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തെന്ന് പറയില്ലേ. സ്റ്റേ ചെയ്ത് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി, ചുമ്മാ ഒരു ചുറ്റൽ, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, നമ്മൾ സ്റ്റേ ചെയ്ത റൂമൊന്നും എനിക്ക് ഇപ്പോൾ നമ്മൾ പോയ ആ ഒരു ഇതിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ പോയിട്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണല്ലോ ചെയ്തത്. ഫുഡും കഴിച്ച് നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ആ ഒരു സ്റ്റേ രാത്രിയത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താ പറയുക, നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ആസാമിൽ വന്ന് ഒരു തമിഴ് അണ്ണൻ്റെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. അണ്ണൻ വന്നിട്ട് വേലൂരാണ്, വേലൂർ. അങ്ങനെ നമ്മളിപ്പോൾ ശരി പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് കേരള സ്റ്റൈലുള്ള കുറച്ച് എന്താ പറയുക സിപ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് എല്ലാവരും കൂടെ അങ്ങനെ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നു. ഓക്കെ, ഈ ചേട്ടൻ ഇവിടെ വന്നിട്ട് 9 വർഷമായി എന്നാ പറഞ്ഞു. 9 വർഷം. ഇங்கே മസാലാസ് എല്ലാമേ. പിന്നെ ഇവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഹോട്ടലാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വെരി ക്ലീനിങ് ആൻഡ് ഹൈജീൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഫുഡ് നമ്മൾ പുറത്ത് പോയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ സിറ്റിയിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലീനിങ്ങും എല്ലാവരുടെ പെരുമാറ്റവും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കേട്ടോ. അങ്ങനെ ഇതാകണ്ടോ അമ്പലങ്ങൾ. അങ്ങനെ നമ്മൾ വീണ്ടും രാവിലെ നമ്മൾ റെഡിയായി നമ്മൾ നെക്സ്റ്റ് ഷിലോങ്ങിലോട്ട് യാത്ര തിരിക്കുകയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമൊക്കെ തന്നെയായിരുന്നു. എനിക്കിതിൻ്റെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും പോകുന്ന വഴിക്ക് പറയാനറിയില്ല. അപ്പോൾ നമ്മളൊന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാമെന്നുള്ളത് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ചായ മാത്രം കുടിച്ചിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, വിശക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഇത്. അങ്ങനെ നമ്മൾ അവിടെ ഒരു കുഞ്ഞി കട കണ്ടു. കുഴപ്പമില്ല, അത്യാവശ്യം ക്ലീനിങ് ഒക്കെയാണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് നമുക്ക് തോന്നി. അങ്ങനെ നമുക്ക് ഇവിടെ കയറി കഴിക്കാം. ഇവിടുത്തെ ഇത് ബട്ടൂര പോലത്തെ ഒരു സാധനമാണ്, പക്ഷേ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. അവിടുത്തെ സൈഡിൽ വേറൊരു പേരാണ്, വേറൊരു ടേസ്റ്റുമാണ്. അതിന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്താ വേണമെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. പ്രതീക്ഷ പോലെ അങ്ങോട്ട് ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു. എന്തോ ഒരു ഇതില്ല. അങ്ങനെ ഫുഡും കഴിച്ച് എല്ലാവരും കൂടെ യാത്രയായി. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇത് അധികവും നമ്മുടെ ഇതിൽ അധികം റോഡുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലേക്കല്ലേ വരത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡൊക്കെ നമുക്ക് ചിലപ്പോൾ ഇനി കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, ചിലപ്പോൾ നമ്മൾ ഇനി വരുമോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു മെമ്മറീസിനായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ റോഡുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു എന്താ പറയുക, കാമൻ ക്വൈറ്റായിട്ടുള്ള ഒരു തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ നമ്മളിവിടെ കഴിച്ച ഫുഡായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫുഡായിരുന്നു കേട്ടോ. ബട്ടൂരയ്ക്ക് അവിടെ വേറെ എന്തോ ഒരു പേരാണ്, പക്ഷേ ബട്ടൂരുടെ ടേസ്റ്റും അല്ല, വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞതിന് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചേട്ടൻ തമിഴിലെ, അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ മലയാളീസിനായാലും അല്ലെങ്കിൽ നമ്മുടെ തമിഴ് ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. കാരണം നമുക്കറിയാവുന്ന ആൾക്കാരെ, നമുക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കുമല്ലോ. അതേ ഒരു സന്തോഷം തന്നെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി മലയാളീസിനെ നമ്മൾ ഗുവാഹട്ടിയിലുണ്ട്, നമ്മൾ കണ്ടിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇതാ നോക്കൂ, ഒരു യേശു ക്രിസ്തു അവിടെ നമ്മളെ നിൽക്കുന്നു, യേശുദേവൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ദിയയ്ക്ക് വേറെ ഒരു പണിയില്ലേ, എന്തിനാണ് ഞങ്ങൾ ഈ റോഡ് കാണിക്കണമെന്ന് അല്ലേ? പക്ഷേ ഈ റോഡ് നമുക്ക് ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിയിൽ ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, കുർക്കുറെ പോലത്തെ ഒരു കുഞ്ഞു മിച്ചറൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ ഈ റോഡിലൊക്കെ ഉള്ളത്. അപ്പോൾ ഒത്തിരി കടകൾ അങ്ങനെ കുഞ്ഞു 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 കടകളായിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വലിയ കടകളൊന്നും ഇവിടെ ഇല്ല. കാരണം എനിക്ക് തോന്നുന്നത് അത്രയും വലിയൊരു സിറ്റി അല്ല എന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെയുള്ള ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഒരു യാത്ര തന്നെ ചെയ്യുമായിരുന്നു. കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ വിൻഡോ സൈഡ് ഇങ്ങനെ നോക്കിയിരിക്കും. അതെന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ശ്രീകുട്ടനെ മേഖലയെത്തി അവൻ ചാരി ഇരുന്നു. കളിക്കാൻ പോയിരുന്നു, ഇപ്പൊ ഞാൻ കളിക്കാൻ വിടാറില്ല അവിടെ. ടൗണാണ്, ഇവിടെ ഉണ്ടോ നോക്കട്ടാ. ബിസ്ക്കറ്റ് ഉണ്ടാവും, ചെറിയ ബിസ്ക്കറ്റ്. അത് പൊട്ടിക്ക്, അത് പൊട്ടിച്ചത് ഇവിടെയൊക്കെ ഫ്രണ്ടിലേക്ക് ഒരു 3 എന്താ. അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ നമ്മൾ ആ തമിഴാണൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ബാഗിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടായിരുന്നു യാത്ര തിരിക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ? എന്ത് തോന്നുന്നു? അതായത് നിങ്ങൾക്കാർക്കും ബോറടിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ, അതുകൊണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു സമയത്ത് ഞാൻ പീരീഡ്സും കൂടെ ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു, സ്റ്റമക്ക് പെയിനും എല്ലാം കൊണ്ടും. നമ്മൾ അപ്പോളോ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കിട്ടിയില്ല. അപ്പോൾ അടുത്ത ഇതിൽ അപ്പോളോയിൽ കിട്ടുമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അപ്പോളോ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ നമ്മൾ കുറേ നോക്കി, നമുക്ക് അപ്പോളോ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഇതിൽ നമ്മൾ മെഡിക്കൽ അന്വേഷിച്ചു, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ വീണ്ടും അവിടുന്ന് നമ്മളിങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം തോന്നിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് കാണാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും ഈ കാടും ഈ മരങ്ങളും മാത്രം തന്നെ നീ എന്തിനാ അങ്ങനെ എടുക്കണമെന്ന്. പക്ഷേ നമ്മൾ പോകുന്നതിൽ അത്യാവശ്യം ഞാൻ റോഡുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിലും എന്നാലും ചിലതൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പച്ച ഇതായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ പച്ചപ്പ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും മനോഹരമാക്കാൻ പറ്റിയൊരു യാത്രയാണ് കേട്ടോ. അതായത് നമ്മുടെ ഫാമിലി, ഇപ്പോൾ ഏട്ടൻ അനിയന്മാർ, അവരുടെ വൈഫ്, അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാർ, അവരെല്ലാവരും കൂടെ പോകുന്ന ഒരു യാത്ര, ഒരു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ
ഒത്തിരി എന്താ പറയുക ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അല്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇതാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഹണിമൂൺ ട്രിപ്പാണോ ഇത് ഫാമിലി ട്രിപ്പ് അല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ജീപ്പിലെന്ത് ആൾക്കാർ നിന്ന് പോകണം. നമുക്ക് വേണം ഇങ്ങനെ പോകാൻ. മഴ വന്നാൽ എങ്ങനെ വന്നോ ട്രാഫിക് ഇവിടെ എന്താ ഭാഷ? മേഘാലയ ഭാഷ. മേഘാലയയുടെ ലാംഗ്വേജ് ഏതാണ്? മേഘാലയയുടെ ലാംഗ്വേജ്, മേഘാലയക്കായിട്ട് ലാംഗ്വേജ് ഇല്ല. ഹിന്ദി സംസാരിക്കുമായിരിക്കും, പക്ഷെ അവർക്കൊരു ലാംഗ്വേജ്. നല്ല സ്ഥലം. നമുക്കിവിടെ ഫോട്ടോ ഈ സ്ഥലത്തിന്റെ പേരാണ് പേരെന്താ പറഞ്ഞു? ഇപ്പൊ 81 നമ്മുടെ ആ മഴ വരും അറിയില്ല. ഇനി നമ്മൾ തിരിയണ സ്ഥലത്താണ് ഒരു ലേക്ക് ഉള്ളത്, തടാകം. അവിടെ നിർത്താം. ഉമിയം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഉമിയം ലേക്ക്. എനിക്ക് ഇല്ലിന്ന് പോകുന്ന ഒരു ഫീൽ ഇങ്ങനെ ജമ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പറയും, പക്ഷെ എത്ര കിലോമീറ്റർ അല്ലേ കാണിക്കണേ? 11 കിലോമീറ്റർ. 10 കിലോമീറ്റർ കഴിഞ്ഞാൽ വലത്തോട്ട്. ടോട്ടൽ 34 കിലോമീറ്റേഴ്സ്. നല്ല സ്പീഡിൽ നോക്കാം. കേട്ടോ നല്ല അഴകായിട്ട്. ഭൂട്ടാനിപ്പോ പേടിയായിരുന്നു, രണ്ട് സൈഡും ഒന്നുമില്ല. ഇങ്ങനെ കാണുമ്പോ താഴെ ഇത് അങ്ങനെയല്ലേ. നമ്മളവിടെ എത്തിയ സമയത്താണെങ്കിലും ചേച്ചിയും കുഞ്ഞുങ്ങളും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ പലരും നമ്മുടെ ലൈഫിൽ നമ്മൾ ഹണിമൂണൊക്കെ ആഘോഷിക്കാറുണ്ട്. പക്ഷേ അതെല്ലാവരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം അല്ലേ. ഇതിനെ ഹണിമൂൺ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സെറ്റും കമ്പനിയും കൂടിയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ഇതും തോന്നിയിട്ടില്ല. ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിയും ഏട്ടനും അനിയനും അനിയത്തിയും എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും പിന്നെ കുഞ്ഞു കടകളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ സ്നാക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ സ്നാക്സ് ഒന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. നമുക്കറിയാമായിരുന്നു ഇവിടെയൊന്നും നമുക്ക് വിചാരിച്ച പോലെയുള്ള സംഭവം കിട്ടില്ല. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ഏട്ടൻ അനിയന്മാരെന്ന് പറഞ്ഞാലും അവരുടെ വൈഫെന്ന് പറഞ്ഞാലും വലിയ കമ്പനിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഞാൻ വന്ന ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം. അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും പരസ്പരം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഞാൻ വന്നിട്ടേ ഉള്ളൂ എങ്കിലും പറയാം, ഇതേ സ്നേഹത്തോടു കൂടി എന്നും ലൈഫ് ലോങ് പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും കേട്ടോ. അതിപ്പോൾ അനിയന്മാരായാലും ശരി, ഏട്ടനായാലും ഏട്ടൻ്റെ വൈഫായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈഫായാലും എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആരുടെയും കണ്ണുപെടാതെ ഞങ്ങളുടെ ഈ ഒരു സ്നേഹം ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിക്കുക അല്ലേ. ഇന്നത്തെ കാലത്ത് അപൂർവമാണ് സ്നേഹം കിട്ടാൻ ഇതുള്ളത്. പൈസ നമുക്ക് ഒത്തിരി കിട്ടും, പക്ഷേ നമ്മുടെ ലൈഫിൽ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ സഹകരിക്കുക, അതൊക്കെ ഭയങ്കര അപൂർവങ്ങൾ മാത്രമാണ് കേട്ടോ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി സ്നേഹിക്കുന്ന ഏട്ടൻ അനിയന്മാരും അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാരും ഉള്ള ഈ ലോകത്ത് ഞാനും രേണുവും എങ്ങനെയായിരുന്നു അതേപോലെയുള്ള ഒരു ഏട്ടൻ അനിയന്മാരുടെ കുടുംബത്തിലോട്ടാണ് ഞാൻ കയറി വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വൈഫുമാർ, ഇപ്പോൾ ഞങ്ങൾ വൈഫുമാരായാലും ഞങ്ങൾ അങ്ങോട്ട് അനിയൻ്റെ ഏട്ടൻ്റെ ഭാര്യമാരായാലും ശരി കേട്ടോ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആരുടെ കണ്ണും പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇല്ലേ, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫാമിലി കിട്ടിയത് ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഒത്തിരി ഹാപ്പി, ഒത്തിരി ഭാഗ്യവതിയായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയായാലും ശരി. പണം എന്ന് അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ എങ്ങനെ സമ്പാദിച്ചാലും നേടിയെടുക്കാൻ പറ്റും. പക്ഷേ സ്നേഹബന്ധങ്ങളുടെ വില, അല്ലെങ്കിൽ ഏട്ടൻ അനിയന്മാരുടെ വില, അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാരുടെ വില, സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ കൊടുത്താലും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് സ്നേഹം എന്നുള്ളത് കേട്ടോ. അതും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു സ്നേഹത്തിന് എന്നും ആരുടെ ഇതും എന്താ പറയുക, എത്ര ആരെ കൊണ്ട് നമ്മളെ പിരിക്കാൻ നോക്കിയാലും ഒരിക്കലും പിരിക്കാൻ പറ്റാത്തൊരു സ്നേഹമായിരിക്കും കേട്ടോ. ആരും ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതിരിക്കുക, പൈസയ്ക്കായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനായിട്ടും. ആ ഒരു സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പിരിക്കാൻ പറ്റാത്ത ബന്ധമാണ് കേട്ടോ. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെയും രേണുവിൻ്റെയും സ്നേഹം കണ്ട് ഒത്തിരി പേര് ഞങ്ങളെ അസൂയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. സ്നേഹം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും പിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള തെളിവ് ഞാനും രേണുവും തന്നെയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ്, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, ഒരിക്കലും ആരെ കൊണ്ടും പിരിക്കാൻ പറ്റാത്ത. അതായത് നമ്മൾ സ്ട്രോങ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്നേഹം അത്രത്തോളം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരെ കൊണ്ടും നമ്മളെ പിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ഏട്ടൻ അനിയന്മാരായാലും കേട്ടോ. അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ ഇവിടെ വന്നിട്ടുള്ള ചേച്ചിയായാലും ഇപ്പോൾ അനിയത്തിയായാലും ആരായാലും കേട്ടോ. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ ഒരു കുടുംബത്തിലോട്ട് ഞാൻ കയറി ചെന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷവും അതിലുപരി സ്നേഹം, എന്താ പറയാന്ന് വാക്കുകളില്ല കേട്ടോ. രേണുവിനും അതൊക്കെ കണ്ടപ്പോൾ രേണുവിനും അത് ഒത്തിരി സന്തോഷമായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മളെല്ലാ ഫാമിലിയിലും കാണുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരാളെ യൂസ് ചെയ്യുക, അതായിരുന്നു നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ആയിരിക്കരുത്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാമെന്ന് ചിലർ ചിന്തിക്കും. അത് വെറും തോന്നൽ മാത്രമാണ് കേട്ടോ. പൈസ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണം. പക്ഷേ അത് എന്താ പറയുക, പൈസ കൊടുത്ത് ഇപ്പോൾ നമുക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ നമുക്കൊരു കാര്യം വാങ്ങിച്ച് ഇതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരിതാണ് സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി എന്താ പറയുക ഹാപ്പിയാണ്. എന്താ പറയുക, പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഈ ലോകത്ത് പൈസ കൊടുത്താൽ നേടിയെടുക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്നേഹത്തോടു കൂടിയും അല്ലെങ്കിൽ സ്നേഹത്തിലൂടെയും എന്നൊക്കെ പറയാമല്ലോ അല്ലേ, അതേപോലെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ കേട്ടോ. അതല്ലാതെ ചിലർ വില കൽപ്പിക്കാറുണ്ട്, സ്നേഹബന്ധത്തേക്കാൾ അല്ലെങ്കിൽ കൂടപ്പിറപ്പിനേക്കാൾ വില പൈസയ്ക്കാണെന്നുള്ളത്. അത് വെറും തോന്നൽ മാത്രമാണ്. നമ്മളൊന്ന് വീണ് നോക്കണം, അപ്പോഴേ നമുക്കറിയുള്ളൂ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വില എന്താണെന്നും നമ്മൾ ഒറ്റപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ അറിയത്തുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ ആരും പഠിക്കത്തില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഓക്കെ ഞാൻ പിന്നെ ഒന്ന് പറയാം, രണ്ട് പേർക്കും, അതായത് ബ്രദേഴ്സിനായാലും അവരുടെ വൈഫുമാർക്കായാലും അല്ലെങ്കിൽ അനിയത്തി ചേച്ചി ആയാലും, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, അതും ആത്മാർത്ഥമാണെങ്കിൽ മാത്രമേ ആ ബന്ധങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ മുന്നോട്ടും പോവില്ല കേട്ടോ. പിന്നെ വരുന്ന പെൺകുട്ടികൾ എങ്ങനെയാണോ വീട്ടിലോട്ട് അതുപോലെ ഇരിക്കും എല്ലാം, അല്ലേ? അപ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പോകുന്ന ഇടത്ത് ഒരിക്കലും ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നവും വരുത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം സ്നേഹത്തിൻ്റെ വില ഒത്തിരി അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പോകുന്ന വീട്ടിലും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ദൈവം അതേപോലെ തന്നെ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പം ഏകദേശം ഷിലോങ് നമ്മൾ ഇനിയും ഇവിടുന്നുണ്ട്, ഏകദേശം എത്താറായിട്ട്. എനിക്ക് തോന്നുന്നു മേഘാലയയുടെ ഒരു സൈഡാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. എല്ലാം നല്ലതിനാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏകദേശം നമ്മൾ മേഘാലയ ആ ഒരു സൈഡ് എത്താറായി എന്നാണ് തോന്നണം കേട്ടോ. എന്താ പറയുക,
വേറെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ചേച്ചി, അനിയത്തി അല്ലെങ്കിൽ ഏട്ടൻ, അനിയന്മാർ ഇവരൊക്കെ നമ്മളുടെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. ഉള്ള കാലം എല്ലാവരെയും സ്നേഹിച്ചിട്ടും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോവുക, ആരെയും ദ്രോഹിക്കാതെയും എല്ലാം അല്ലേ. എത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒത്തിരി ഇതേപോലത്തെ റിസോർട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്റ്റേയുടെ അതൊക്കെ ഹോം സ്റ്റേ പോലത്തെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക, ഏകദേശം എത്താറായോ എന്ന് ചോദിച്ചാൽ ഏകദേശം എവിടെയോ എത്താറായിട്ടുണ്ട്. ഈ വഴിയിലൂടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ലതും ബോറടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതണം കേട്ടോ. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഏട്ടൻ അനിയന്മാരായാലും ചേച്ചി അനിയത്തിമാരായാലും നിങ്ങൾ പരസ്പരം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുക കേട്ടോ. ആ സ്നേഹത്തിൽ നിങ്ങളെ ആർക്കും പിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഇനി സ്നേഹിച്ച് തുടങ്ങുക കേട്ടോ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സ്ഥലത്തിലൊന്നും എത്തുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അത് ഇപ്പോഴല്ല, കല്യാണത്തിന് ഈ സമയത്തല്ല കേട്ടോ. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കാറുണ്ട് ട്രാവൽ ചെയ്ത് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ഉള്ളത്. നല്ല രസമല്ലേ കാണാനായിട്ടല്ലേ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റി. എല്ലാം ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിട്ടും ദൈവം വിചാരിച്ച പോലെയൊക്കെ നമ്മൾ നടക്കണു, അത്രയേ ഉള്ളൂ. നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് നമുക്ക് എവിടെ എത്താനോ എന്തും ചെയ്യാനോ എന്തും നേടിയെടുക്കാനോ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കുറച്ച് നമ്മളും വിചാരിക്കണം, ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലും കൂടിയാണ് അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം മേഘാലയ ആ ഒരു സൈഡ് ഏതോ ആണെന്ന് തോന്നുന്നു കേട്ടോ, അറിയത്തില്ല കറക്റ്റായിട്ട്. പക്ഷെ നല്ല സ്ഥലമായിരുന്നു. എല്ലാം ഹൈ ഹീൽസാണ്. ഇങ്ങനെ കയറി കയറി ഹീലിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അതായത് വോമിറ്റിംഗ് ഇതുള്ള ആൾക്കാർക്കൊക്കെ ചെറുതായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളതിലും 2-3 പേരുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾ. അപ്പോൾ ഭാഗ്യത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. മരുന്ന് കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള റോഡായത് കൊണ്ടാണ് ഞാൻ ഈ റോഡ് പകുതി കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പിന്നീട് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു മെമ്മറീസ് ആയിട്ട് കിടക്കും എന്നും അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഞാൻ വീണ്ടും പറയണു, നിങ്ങളാരും ബോറടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഈ ഒരു യാത്രയിൽ നിങ്ങളും നമ്മുടെ കൂടെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കാണാത്തവരായിട്ട് ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ദിയ റോഡ് കാണിച്ചിങ്ങനെ. അങ്ങനെയല്ല, നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ അവിടെ ഇത് കണ്ടോ. ഇപ്പം നമ്മുടെ ഒരു ഏകദേശം ഒരു മൂന്നാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നൊരു സ്ഥലം പോലെ തന്നെ ആണെങ്കിലും കുറേ വ്യത്യാസങ്ങളുണ്ട് ഓരോരോ സ്ഥലത്തിനും അല്ലേ. അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത് കൂടെ പോയി എന്ന് ഇപ്പോൾ ഏകദേശം ഏതോ ഒരു സിറ്റിയുടെ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഷിലോങ്ങിൻ്റെ അതാണെന്ന് തോന്നുന്നു ഏകദേശം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഞാൻ ഓവർ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറടിക്കില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് അടുത്തതിൽ ഇതാക്കാം. ഇവിടെ ഒത്തിരി പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ഇത്രയും ലെങ്ത്ത് ഓവറായിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ ലെങ്ത്ത് ഇതാക്കിക്കണ്ട. അപ്പോൾ നമുക്ക് എന്താ പറയുക അടുത്തതിൽ നിങ്ങളെ ബാക്കി എത്തി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, നമ്മൾ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് യാത്രകൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനും നമ്മുടെ മൈൻഡ് ഇതാവാനും എല്ലാത്തിനും ഒരു നല്ല മെഡിസിനാണ് യാത്ര എന്ന് പറയുന്നത് കേട്ടോ. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ യാത്ര ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.